ഹലോ ഫ്രണ്ട്സ്, ബിട്രോ മലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമുക്ക് നമ്മുടെ ബ്ലമ്മിൻ്റെ ഒരു എയർ ഡ്രോപ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ബ്ലമ്മിൻ്റെ എയർ ഡ്രോപ്പ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഞാൻ വൈപ്പ് ചെയ്ത് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്ലമ്മിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടെലിഗ്രാം പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലം റോഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ Q2ലും Q3ലും അവർ ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബ്ലം കുറേ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും ഒരു 2 പോയിൻ്റാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഈ ഒരു ബ്ലമ്മിൻ്റെ എയർ ഡ്രോപ്പിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 100K BP പോയിൻറ്റ്സ്, അതായത് ബ്ലം പോയിൻറ്റ്സും വേണം, അതേപോലെ തന്നെ 750 MP പോയിൻറ്റ്സും വേണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ക്ലെയിം ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞുതരാം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇവർ മെയിൻലി ഈ ഒരു Q2 ആൻഡ് Q3ലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൽ ഈ ഒരു Q3ലാണ് ബ്ലം ലിസ്റ്റിംഗ് ടോക്കൺ പ്രൊജക്ട്സ്. അപ്പോൾ ബ്ലമ്മിൻ്റെ ലിസ്റ്റിംഗ് കാര്യങ്ങൾ ഈ ഒരു Q3. അപ്പോൾ Q1 Q2 Q3 Q4 എന്താണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. Q1 എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് 3 months ആയിരിക്കും. Q2 എന്ന് പറയുമ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ആയിരിക്കും വരിക. Q3 എന്ന് പറയുമ്പോൾ ജൂൺ കഴിഞ്ഞ് പിന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. Q4 ഒക്ടോബർ നവംബർ ഡിസംബർ. അപ്പോൾ നമുക്ക് ഏകദേശം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിരിക്കുന്നത് 2025. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാവരും മാക്സിമം ടോക്കൺസ് നല്ല രീതിക്ക് കളക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതാണ് നമുക്ക് മെയിൻലി ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നമുക്കിവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നേരെ ബ്ലമ്മിൻ്റെ ആപ്പിലോട്ടേക്ക് തന്നെ പോകാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഇതുവരെ ബ്ലം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതേപോലെ തന്നെ നമ്മളെ ടെലിഗ്രാം ചാനൽ നമ്മൾ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോക്കൺ ലോഞ്ചായിട്ട് വരും. ഓൾഡ് ബ്ലമ്മിൻ്റെ ആ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ടോട്ടൽ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും എത്രയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏൺ സെക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലം ഏൺ ചെയ്യാൻ വേണ്ടി കുറേ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോഷ്യൽ മീഡിയാസ്, അവരുടെ സോഷ്യൽ മീഡിയയിൽ ടെലിഗ്രാം, ട്വിറ്റർ, യൂട്യൂബൊക്കെ നമുക്ക് ഫോളോ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലം ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും പോയിൻറ്റ്സ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 25 ഫ്രണ്ട്സിന് റെഫർ ചെയ്തപ്പോൾ എനിക്ക് പിന്നെയും ഒരു 1000 BP പോയിൻറ്റ്സ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഹോമിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം 1,40,000 BP പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh എബോവ് ടോക്കൺസ് BPയിൽ വേണം. അതേപോലെ തന്നെ MP, അതായത് ഈ ഒരു മിമി പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 750 എബോവ് വേണം. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി 0 ആണ് ഉള്ളത്. അപ്പോൾ എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ജസ്റ്റ് ഒന്നുമില്ല, ട്രേഡ് ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ കാണും. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ട്രേഡ് ലോഞ്ച് ടോക്കൺ വിത്ത് മിമിപാഡ്, യുവർ ടോക്കൺ മൂവ്സ് ടു ഡെക്സ്, ട്രേഡ് ഓൺ മിമിപാഡ് ആൻഡ് ട്രേഡ് വിത്ത് ട്രേഡിംഗ് ബോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എല്ലാം ഏകദേശം ടോൺ നമ്മൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമുക്ക് ലോഞ്ച് ടോക്കൺ വളരെ ചെറിയൊരു എമൗണ്ടിൽ 0.1 ടോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ 0.1 ടോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം $0.3 വരുള്ളൂ. അതായത് ഒരു 25 rupees നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടോൺ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിമി ടോക്കൺസ് കുറേ ടോക്കൺസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ മിമി ടോക്കൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് പ്ലസ് ഐക്കണിൽ കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ടോക്കൺ നെയിം ഉണ്ട്. നെയിം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എന്ത് വേണമെങ്കിലും നെയിം കൊടുക്കണം. ടോക്കണിൻ്റെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതും കൂടെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെച്ചു. അതേപോലെ തന്നെ നെയിം, ടിക്കർ കൊണ്ടുള്ള ഷോർട്ട് നെയിം വെച്ചു, ഡിസ്ക്രിപ്ഷൻ വെച്ചു. അപ്പോൾ ജസ്റ്റ് എന്താണ് കൺഫേം കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ബാൻഡ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിലെ ഓപ്ഷനിലാണ്. നമുക്കിതൊന്നും ചെയ്യാതെ തന്നെ കൊടുക്കാം. ഇതിൽ നമുക്ക് മിനിമം 0.1 ടോണെങ്കിലും വേണം. ഓക്കെ, 0.1 ടോണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാലറ്റിൽ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ നോട്ട് ഇനഫ് ടോക്കണാണ്. ഇപ്പോൾ എൻ്റെ ബാലൻസ് ഏകദേശം $0.26 വർത്തായിട്ടുള്ള ടോണേ ഉള്ളൂ. അതായത് 0.07 ടോണേ ഉള്ളൂ. നമുക്കിവിടെ 0.07 കൊടുക്കാനുള്ള ഓപ്ഷനില്ല. ഓക്കെ, നമ്മൾ കൊടുത്താലും മിനിമം 0.1 ടോണാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞ ശേഷം ടോപ്പപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോക്കൺ അവിടെ ലിസ്റ്റ് ആകുന്നതാണ്. ലിസ്റ്റാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മിമി പാഡിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടോക്കൺസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ടോക്കൺസ് നോക്കണമെന്നുണ്ടെങ്കിൽ ന്യൂ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടത് എല്ലാം ആൾക്കാർ ഉണ്ടാക്കുന്ന ടോക്കണാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും, സെല് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈ ടോക്കൺസ് കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത ആ ഒരു ബിറ്റ് ടോക്കൺ നമ്മളൊരു 0.1 ടോൺ വെച്ചിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ഇവിടെ ലിസ്റ്റിംഗ് കാണിക്കുന്നതാണ്. നമ്മൾ ചെയ്ത ടോക്കൺസിൽ മൈ ടോക്കൺസിൽ ഇവിടെ ലിസ്റ്റിംഗ് കാണിക്കുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഓരോ ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പോയി ബൈ ചെയ്യുന്നതൊക്കെ നമ്മൾ റിസ്ക് തന്നെയാണ്. കാരണം വാല്യൂ നിങ്ങൾക്ക് നോക്കാം, ആൾക്കാർ ബൈ ചെയ്യും, സെല്ല് ചെയ്യും, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ നമ്മളെ മെയിൻ എയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മീമി പോയിൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടോക്കൺ നമ്മുടെ ഡെക്സിലോട്ടേക്ക് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഡെക്സിലോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 ടോക്കൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നേരെ നമ്മൾ നമ്മുടെ വാലറ്റ് സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് തന്നെ ടോൺ വാലറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ബാലൻസ് ടോണും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ട് കാണിക്കും. ഇവിടെ പോയിന്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര പാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പ് 1000 ഉള്ളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിക്ക് ടോപ്പിൽ കയറി വരാം. കാരണം എന്താണെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ക്വാർട്ടർ 1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഫസ്റ്റ് ക്വാർട്ടറേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ക്വാർട്ടറും തേർഡ് ക്വാർട്ടറിലുമാണ് അതേപോലെ തന്നെ ഇവരുടെ മാക്സിമം ഫണ്ടിങ്ങും ലിസ്റ്റിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു എങ്ങനെ നോക്കിയാലും ഒരു 5 months ഈസി ആയിട്ട് കിട്ടും. ആ ഒരു 5 monthsൽ നിങ്ങൾ മാക്സിമം ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക, ഡെയിലി ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുക, മാക്സിമം പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൻ്റെ ഫ്യൂച്ചറിൽ ഈ ഒരു ബ്ലം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല ഇങ്ങനെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന സമയം ഇതിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം, നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്ര വീഡിയോ ഗുഡ് ബൈ.